ഹരി ഓം. ഇന്ന് നമുക്ക് 35-ാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത്. ഗുരൂപസദനം ആണ് നമ്മുടെ ടോപ്പിക്. ഗുരുവിനെ സമീപിക്കേണ്ട ക്രമം. ആരാണ് ഗുരുവിനെ സമീപിക്കേണ്ടത്, എന്തിനാണ് ഗുരുവിനെ സമീപിക്കേണ്ടതൊക്കെ മുമ്പേ കണ്ടു നമ്മൾ. വിവേക വൈരാഗ്യങ്ങൾ കൈവരിച്ച ഒരു വ്യക്തി, സാധകൻ, സത്യസാക്ഷാത്കാരത്തിനുള്ള അടങ്ങാത്ത ആഗ്രഹത്തോടുകൂടി സത്യാനുഭൂതി രസികനായിരിക്കുന്ന ഒരു മഹാത്മാവിനെ സമീപിക്കണം എന്നൊക്കെ നേരത്തെ സൂചിപ്പിച്ചു. ഈ വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ അതിനെ നാടകീയമായിട്ട് ആവിഷ്കരിക്കുക. എങ്ങനെയാണ് എന്തായിരിക്കണം ഒരു ശിഷ്യന്റെ മനോഭാവം ആത്മവിദ്യയ്ക്ക് വേണ്ടി ഗുരുവിനെ സമീപിക്കുമ്പോൾ? എങ്ങനെ സമീപിച്ചാലാണ് ആ ഗുരുവിനെ കൊണ്ട് അയാൾക്ക് അനുഗ്രഹം അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാവുക? സ്വാമിൻ നമസ്തേ നതലോകബന്ധോ കാരുണ്യസിന്ധോ പതിതം ഭവാബ്ധൗ മാമുദ്ധരാത്മീയ കടാക്ഷദൃഷ്ട്യാ ഋജ്വാദികാരുണ്യ സുധാഭിവൃഷ്ട്യാ. സ്വാമിൻ നമസ്തേ നതലോകബന്ധോ കാരുണ്യസിന്ധോ പതിതം ഭവാബ്ധൗ മാമുദ്ധരാത്മീയ കടാക്ഷദൃഷ്ട്യാ ഋജ്വാദികാരുണ്യ സുധാഭിവൃഷ്ട്യാ. സ്വാമിൻ പറയണം ആദ്യം തന്നെ. സ്വാമിൻ, അല്ലയോ സ്വാമി. നമഃ തേ, തേ നമഃ, അങ്ങക്ക് നമസ്കാരം. എങ്ങനെയാണ് ഗുരുവിനെ സമീപിക്കേണ്ടത് എന്ന് പറഞ്ഞു. പ്രണിപാതേന, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇത് പറയുന്നുണ്ട്. പ്രണിപാതം ദീർഘദണ്ഡ നമസ്കാരം, പൂർണ്ണ സമർപ്പണം ഗുരുവിലെ. ഈ ആത്മജ്ഞാനം നേടാൻ വേണ്ടി എന്തും തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ഗുരുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. തദ്വിദ്ധി, ആ ആത്മജ്ഞാനം നീ നേടണം. എങ്ങനെ? പ്രണിപാതേന പരിപ്രശ്നേന സേവയ. ഇത് മൂന്നെണ്ണമാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത്. പ്രണിപാതം നമസ്കാരം, പരിപ്രശ്നം ചോദിക്കല്, സേവ ഗുരു ശുശ്രൂഷ. ഈ സ്വഭാവം ഒരാളിൽ ഇല്ലാത്ത സാധന ചതുഷ്ടയ ഗുണങ്ങളെ പോലും വളർത്താൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, ഗുരുവുമായിട്ട് മാനസികമായ ട്യൂണിങ് ഉണ്ടാവേണ്ടത് വാക്കിനും മനസ്സിനും അതീതമായി ഗുരു അനുഭവിക്കുന്ന സത്യത്തിൻ്റെ ആ അനുഭവത്തെ അദ്ദേഹം പരിമിതമായ വാക്കുകളെ കൊണ്ട് പറയുമ്പോൾ ശിഷ്യന്റെ ഹൃദയത്തിൽ അത് പ്രവേശിക്കാൻ, അത് സ്വാധീനിക്കാൻ വളരെ ആവശ്യമാണ്. വാക്കിന് വിഷയമായ കാര്യമല്ല ഗുരു പറയണത്, ഒരു വേൾഡ്ലി ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടല്ല പറയണത്. പിന്നെയോ സബ്ജക്റ്റീവായിട്ടുള്ള ആത്മതത്വത്തെക്കുറിച്ച്, അതിൻ്റെ അനുഭൂതിയെക്കുറിച്ചിട്ടാണ് പറയണത്. അപ്പം അത് ശിഷ്യബുദ്ധിക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയണം, ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അത്രത്തോളം ആ ഗുരുവിൻ്റെ മനോബുദ്ധികളുമായിട്ടുള്ള ഐക്യമുണ്ടാവണം, ഫൈൻ ട്യൂണിങ് ഉണ്ടാവണം. അതിന് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രശ്നോപനിഷത്ത് നമുക്ക് കാണാം, 5-6 ശിഷ്യന്മാർ ഗുരുവിനെ സമീപിക്കുന്നു, പിപ്പലായ എന്ന ഋഷിയെ. അദ്ദേഹം പറയാണ്, 1 കൊല്ലം ബ്രഹ്മചര്യം, തപസ്, വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി എൻ്റെ ആശ്രമത്തിൽ സേവ ചെയ്ത് കഴിയും. അതിനുശേഷം നിങ്ങൾ ചോദിച്ചാൽ അപ്പം എനിക്ക് അറിയുന്ന ഉത്തരം പറയാം. നോക്കണം, ചോദ്യം ചോദിക്കാനുള്ള അർഹത ഉണ്ടാവാൻ 1 കൊല്ലം തപസ്സോടെയും വ്രതനിഷ്ഠയോടെയും ബ്രഹ്മചര്യത്തോടു കൂടി ആശ്രമത്തിൽ സേവ ചെയ്ത് കഴിയാനാണ് പിപ്പലാദ ഋഷി പറയുന്നത്. എന്തിനത്? ശിഷ്യനെ പാകപ്പെടുത്തണം. അല്ലാണ്ട് ഇന്ന് കാണുന്ന മാതിരി കാഷ്വലായിട്ടുള്ള ചോദ്യം ചോദിക്കലോ, ഓൺലൈനിലെ പഠിപ്പിക്കലോ, ഓൺലൈനിലുള്ള ചോദ്യം ചോദിക്കലോ എന്നൊന്നും ഒരാൾ സാക്ഷാത്കാരം നേടാൻ പോണില്ല. സാക്ഷാത്കാരം ഓൺലൈനാവും, ഓൺലൈൻ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ തന്നെയൊക്കെ ആവും. അതന്നെ മുക്തി, ഓൺലൈൻ മുക്തിയാണ്. മനസ്സിലായില്ലേ? പക്ഷെ അതുകൊണ്ട് അജ്ഞാനം നശിക്കാൻ പോണില്ല എന്നർത്ഥം. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണിത്. മുണ്ടകോപനിഷത്ത് നമുക്ക് കാണാം, പരീക്ഷ ലോകാൻ കർമ്മജിതാൻ ബ്രാഹ്മണോ നിർവേദമായ. പറയാണ്, പരീക്ഷ, ഈ ലോകത്തെ പരീക്ഷിച്ചു, ഈ ലോകത്തെ നല്ലോണം വിശകലനം ചെയ്തു, അനലൈസ് ചെയ്തു.
അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി എന്ത്? നാസ്തി അകൃതകൃതേന, ഒരിക്കലും കർമ്മം കൊണ്ട് എനിക്ക് ശാശ്വതമായ ശാന്തി ലഭിക്കില്ല, കർമ്മം കൊണ്ട് ശാശ്വതമായ വസ്തുവിനെ കിട്ടില്ല. ശാശ്വതമായ വസ്തു ശാശ്വത വസ്തു കർമ്മത്തിന്റെ ഫലമല്ല, കർമ്മം ക്ഷണികമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിർവേദമായാൽ, ആ നശ്വരമായ വസ്തുക്കളിൽ വിരക്തനായ ഒരാള്, ആ പരീക്ഷണം നടത്തുന്നത് വിവേകമാണ്, ആ വിവേകത്തിന്റെ സന്തതിയാണ് നിർവേദം. നാസ്തി അകൃതകൃതേനാണ്, കർമ്മത്തിൻ കൊണ്ട് നേടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതത്വിജ്ഞാനാർത്ഥം, ആ സത്യസാക്ഷാത്കാരത്തിനുള്ള ആഗ്രഹത്തോടുകൂടി ഗുരും ഏവ അധികച്ഛേൽ, ഒരു സദ്ഗുരുവിനെ സമീപിക്കാൻ പറയുന്നു. അപ്പൊ അവിടെ വിവേകം, വൈരാഗ്യം, അതുപോലെ മോക്ഷേച്ഛ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ശിഷ്യനാണ് ഗുരുവിനെ സമീപിച്ച് ചോദിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമസ്തേ വീണ്ടും പൂർവ്വശ്ലോകത്തിൽ പറഞ്ഞതിനെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുക ചെയ്യുന്നത്. നതലോകബന്ധോ ഏ സ്വാമിൻ, അല്ലയോ സ്വാമി, തേ നമഃ, അങ്ങയ്ക്ക് എൻ്റെ നമസ്കാരം. ആരാണങ്ങ്? നതലോകബന്ധോ, ബന്ധുവാണ് അങ്ങ്. അങ്ങാണ് നമ്മുടെ ഗുരുവാണ്, നമ്മുടെ ഏറ്റവും വലിയ ബന്ധു. ഗുരു ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും സകല ദേവീ ദേവന്മാരും ഒക്കെ ഗുരുനാഥനാണ്, അവരുടെയൊക്കെ സ്വരൂപമാണ് ഗുരുനാഥൻ. മാതാ പിതാ ഗുരു ദൈവം, മാതാവും പിതാവും ഗുരുവും ഒക്കെ ആരാണ്? ദൈവമൊക്കെ ആരാണ്? ഗുരുവാണ്. ഈ ഭാവം അതുകൊണ്ട് പറയണു, ബന്ധോ, അങ്ങാണ് എൻ്റെ ബന്ധു, അങ്ങാൻ്റെ സുഹൃത്ത്. ഗുരുവാണ് ശരിക്കും പറഞ്ഞാൽ ശിഷ്യന്റെ സുഹൃത്തും അച്ഛനും അമ്മയും ബന്ധുവും എല്ലാം ആയിട്ടുള്ള ആള് എന്ന ഭാവം ശിഷ്യനുണ്ടാവും. ആരുടെ ബന്ധുവാണങ്ങ്? നതലോക, നതം വെച്ചാലോ നമസ്കരിച്ചവരുടെ വെച്ചാൽ തന്നിൽ ശരണാഗതി അടഞ്ഞവരുടെ, സമർപ്പണം ചെയ്തവരുടെ, സറണ്ടർ ചെയ്തവരുടെ ബന്ധുവാണെന്നാണ്. മാത്രല്ല കാരുണ്യ സിന്ധോ, അങ്ങ് ആരാണ്? കാരുണ്യത്തിന്റെ കടല. സിന്ധു വെച്ച കടല്, കാരുണ്യം കാരുണ്യ സിന്ധോ, അങ്ങ് കാരുണ്യ കടലാണ്. ഞാനാണെങ്കിലോ ഭതിതം ഭവാബ്ധവും, ഞാനൊരു കടലിൽ വീണ് കിടക്കുക. അബ്ധിച്ച സമുദ്രം, ഭവാബ്ധി സംസാര സമുദ്രം, പതിതം ചലോ വീണു എന്നൊക്കെ. പതിതം ഭവാബ്ധവും, അങ്ങ് കാരുണ്യത്തിന്റെ കടല്, ഞാനാണെങ്കിലോ ഒരു സമുദ്രത്തിൽ വീണ് കിടന്നിട്ട് സ്വയം രക്ഷപ്പെടാൻ കഴിവില്ലാത്ത ആള്. അങ്ങനെയുള്ള എന്നെ അങ്ങേക്ക് ഉദ്ധരിക്കണം എന്ന് തോന്നണമെങ്കിലോ അങ്ങേക്ക് അത്രത്തോളം കൃപ എന്നിലുണ്ടാവണം. അതുണ്ട് അങ്ങേക്ക്. ഇത് ഗുരുവിലുള്ള വിശ്വാസത്തെ കാണിക്കുക. മനസ്സിലായില്ലേ? ഈ ഗുരുവിന് എന്നെ രക്ഷിക്കാൻ കഴിയും. കാരണം തന്നെ ആശ്രയിക്കുന്നവരുടെ എല്ലാ ആപത്തും തീർത്ത് രക്ഷിക്കാൻ കഴിവുള്ള ബന്ധുവാണ്, നതലോക ബന്ധുവാണ്, നതലോകത്തിന്റെ ബന്ധുവാണ്. പോരാ, കാരുണ്യ കടലാണങ്ങ്. അപ്പൊ അങ്ങ് എന്ത് ചെയ്യണം? എന്നെ മാം ഉദ്ധര, അങ്ങ് എന്നെ ഉദ്ധരിക്കണം. കടലിലൊരാൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹെലികോപ്റ്റർ കൊണ്ട് നമ്മളെ പൊക്കിയെടുക്കണം, അല്ലേ? ഉയർത്തണം, അതെ, ലിഫ്റ്റ് ചെയ്യണം നമ്മളൊരാളെ ആ വെള്ളത്തിൽ നിന്ന്. നമുക്ക് സ്വന്തം നിലയ്ക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്നെ ഉദ്ധരിക്കൂ, എന്നെ ലിഫ്റ്റ് ചെയ്യൂ, ഈ സംസാര സമുദ്രത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കൂ. അതിന് അങ്ങേക്ക് വല്ല പ്രയാസമുണ്ടോ? ഗുരുവിന് ശിഷ്യനെ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് ഉദ്ധരിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണോ? അതിന് പ്രത്യേകിച്ച് എഫർട്ട് ആവശ്യമുണ്ടോ? ഇല്ല. ആത്മീയ കടാക്ഷ ദൃഷ്ടിയ എന്തേ വേണ്ടു? ആത്മീയം ച സ്വന്തം, അവനവന്റെ, അങ്ങയുടെ ആ കടാക്ഷമാകുന്ന ദൃഷ്ടി കൊണ്ട്, ആ കരുണ കൊണ്ട് അങ്ങ് എന്നെ ഒന്ന് കടാക്ഷിക്കേ വേണ്ടു. അങ്ങയുടെ ദൃഷ്ടി എന്നിലൊന്ന് പതിയേ വേണ്ടു. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരു ഗ്ലാൻസ് എന്നർത്ഥം. കടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കട, ഈ കണ്ണിന്റെ കട, ഈ കടക്കണ്ണെന്നൊക്കെ പറയില്ല നമ്മള്, കടക്കണ്ണ്. കണ്ണെറിയ എന്നൊക്കെ നമ്മൾ പറയും മലയാളത്തിൽ, അല്ലേ? അങ്ങയുടെ ഒരു ദൃഷ്ടിപാതം എനിക്ക് പതിഞ്ഞാൽ മതി, നേരെ നോക്കും കൂടി വേണ്ട. അങ്ങയുടെ എന്താ പറയേണ്ടത്, കണ്ണിന്റെ ആ കടയിലൂടെ, ആ സൈഡിലൂടെ ഒരു ഗ്ലാൻസ്, അങ്ങയുടെ ഒരു നോട്ടത്തിന്റെ ഒരു രശ്മി എന്നിൽ പതിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അത്രയും എഫർട്ട്ലെസ് ആണ്, അത്രയും അനായാസമാണ് അവിടത്തേക്ക് എന്നെ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുക എന്നുള്ളതെന്ന്. മനസ്സിലായില്ലേ? അത് കാണിക്കാനാണ് കടാക്ഷ ദൃഷ്ടിയ. അങ്ങ് എന്തേ വേണ്ടു? അവിടുത്തെ ദൃഷ്ടി എന്നിലൊന്ന് പതിക്കണം.
എന്നെ ഒന്ന് നോക്കണം. നോക്കണം എന്നും കൂടി അർത്ഥമില്ല. ഒന്ന് കടാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നോക്കുക കൂടി അർത്ഥമില്ല. ഈ സൈഡിൽ കൂടി ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കണ്ണ് ഇങ്ങനെ ഒന്ന് പായിച്ചാൽ മതി. മാമുദ്ധര, അങ്ങനെ ഈ സംസാരത്തിൽ നിന്ന്, ഈ സമുദ്രത്തിൽ നിന്ന് എന്നെ അവിടുത്തെ കാരുണ്യ പീയൂഷം വർഷിക്കുന്ന ആ സരള അവലോകനത്താൽ ഉദ്ധരിച്ചാലും. എങ്ങനെയുള്ളതാണ് അവിടുത്തെ ആ കടാക്ഷം? അത് ഋജു എന്ന് വെച്ചാലോ എഫർട്ട്ലെസ്, പ്രയാസമില്ലാത്ത അതികാരുണ്യ സുധാഭിവൃഷ്ടിയ. അവിടുത്തെ ആ ദൃഷ്ടി ഒരു വൃഷ്ടി അത്രേ. വൃഷ്ടി വെച്ചാൽ മഴ പെയ്യാം, അഭിവൃഷ്ടി വെച്ചാലോ ഡൗൺ പോർ, കൊട്ടിച്ചൊരിയുന്ന മഴയില്ലേ, ഇതുപോലെ അവിടുത്തെ ആ ദൃഷ്ടി എന്നിൽ എങ്ങനെയുള്ളതായിട്ട് വർഷിക്കുന്നു? അതൊരു വൃഷ്ടിയാണ്. സുധാ അഭിവൃഷ്ടി. സുധാ വെച്ചാലോ അമൃതം, നെക്ടർ. എങ്ങനെയുള്ളതാണ് അങ്ങയുടെ ആ ദൃഷ്ടി? കാരുണ്യ സുധാഭിവൃഷ്ടിയാം. അങ്ങയുടെ കാരുണ്യം ആകുന്ന അമൃതത്തെ വർഷിക്കുന്നതാണ്. കാരുണ്യാമൃത വർഷിണിയാണ് അങ്ങയുടെ കടാക്ഷം. അമൃത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾ മരിക്കില്ല അല്ലേ? സംസാരത്തിൽ നിന്ന് ഞാൻ പിന്നെ രക്ഷപ്പെട്ടോളും. അതുകൊണ്ട് നദലോക ബന്ധോ, ശരണം പ്രാപിക്കുന്നവർക്ക് ബന്ധുവും കാരുണ്യ സിന്ധുവും ആയ അല്ലയോ സ്വാമി, പ്രഭോ, തേ നമഃ, അങ്ങേക്ക് എൻ്റെ നമസ്കാരം. ഭാവാബ്ധൗ പതിതം, സംസാരസാഗരത്തിൽ വീണ് മുങ്ങിപ്പൊങ്ങി വെള്ളം കുടിച്ചുഴലുന്നതായ എന്നെ ആത്മീയ കാരുണ്യ സുധാഭിവൃഷ്ടിയാം, അങ്ങയുടെ കാരുണ്യ പീയൂഷം വർഷിക്കുന്ന, അമൃതം വർഷിക്കുന്ന അവിടുത്തെ ആ തൃക്കൺ കടാക്ഷത്താൽ എന്നെ ഉദ്ധരിച്ചാലും. ഇപ്പൊ ഈ ശ്ലോകത്തില് എന്തായിരിക്കണം ആ ശിഷ്യന്റെ ഒരു മനോഭാവം ഗുരുവിനോട് എന്ന് കാണിക്കുക. ഏതൊരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടാണ് ഗുരുവിൻ്റെ അടുത്ത് പോകേണ്ടത്? ഞാൻ എന്തൊക്കെ പഠിച്ചു, കുറെ അറിവുള്ള ആള് എന്നുള്ള പാണ്ഡിത്യം കൊണ്ട് പോകാൻ പാടില്ല. സൂചിപ്പിക്കുക, ഐ ആം നത്തിങ്, യു ആർ എവറിഥിങ്. ഞാനൊന്നുമല്ല, ഞാൻ ഒന്നിനും ഹെൽപ്ലെസ്, ഹോപ്പ്ലെസ്, സാരൻ. അങ്ങ് എല്ലാത്തിനും പോന്നവൻ. അങ്ങക്ക് എന്നെ സംസാര സമുദ്രത്തിൽ നിന്ന് ഉദ്ധരിക്കല് ഒരു വിഷയമേ അല്ല, ഒരു പ്രശ്നമേ അല്ല. എന്താ കാരണം? അങ്ങയുടെ ആ ദൃഷ്ടി അമൃതവർഷിണിയാണ്. ആ ഒരു തൃക്കൺ കടാക്ഷം, ഒരു തൃക്കൺ നോട്ടം എന്നിലുണ്ടായാൽ മതി, ഞാൻ രക്ഷപ്പെടും. ഇത് ഗുരുവിലുള്ള ശ്രദ്ധയും ഫെയ്ത്തും കാണിക്കും. രണ്ടാമത്, അങ്ങക്ക് അത് പ്രയാസം കൂടാതെ സാധിക്കുമെന്നും, ഞാനാണെങ്കിൽ സമുദ്രത്തിൽ വീണ ആൾക്ക് സ്വന്തം നിലയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, നമുക്കറിയാലോ. എനിക്കാണെങ്കിൽ സംസാരത്തിൽ നിന്നും ആ ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെടാൻ സ്വന്തം നിലയ്ക്ക് സാധിക്കില്ല എന്നും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് പ്ലീസ് ലുക്ക് അറ്റ് മീ, ഓ ഗുരുനാഥ, അങ്ങനെ ഒന്ന് കടാക്ഷിച്ചാലും. അപ്പോ ഇങ്ങനെയുള്ളൊരു മനോഭാവം ഉണ്ടായാൽ മാത്രമേ ഗുരു ഉപദേശിക്കുന്ന തത്വത്തെ ശിഷ്യന് ബോധിക്കാൻ കഴിയും. ഫോർ ശിഷ്യന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ ഉള്ള മനോഭാവം വേണമെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അല്ലാതെ ഗുരുവിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല. അപ്പൊ ഇങ്ങനെ ഭക്തി പുരസ്സരം, ശ്രദ്ധാഭക്തി പുരസ്സരം ഗുരുവിനെ സമീപിച്ച് അപേക്ഷിക്കേണ്ട ആ പ്രകാരം ഇവിടെ കാണിച്ചു എന്നർത്ഥം. കരുണാസമുദ്രമായതുകൊണ്ട് തന്നെയാണ് അവര് എന്തായത്? നദലോക ബന്ധുവായത്, തന്നെ ആശ്രയിക്കുന്നവരുടെ ബന്ധുവായി തീർന്നെന്നർത്ഥം. അപ്പൊ ആശ്രയിക്കുന്നവരുടെ ബന്ധു വെച്ചാൽ അവരുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടൊക്കെ തീർക്കാൻ കഴിയുന്ന ആളെന്നർത്ഥം. ഇനി എന്താണ് ഗുരുവിനോട് ചോദിക്കേണ്ടത്? അതെങ്ങനെ സമീപിക്കേണ്ടത് പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ എന്താണ് ചോദിക്കേണ്ടത് ഇങ്ങനെ പോയി നമസ്കരിച്ചിട്ട്? അടുത്ത ശ്ലോകം നോക്കാം.